നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മോളൊരു ഗുണ്ടയെ കെട്ടരുന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ. ചാരുവുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ ശേഷം അവന്റെ കാര്യം അച്ഛനെ തന്നെ ഏൽപ്പിക്കണം. നല്ല കരുത്തുള്ള 4-5 പേരുണ്ട്. ഞാൻ ചെയ്ത അടിപിടിയും കൊലപാതകവും ഒക്കെ ഏറ്റെടുത്ത് അവന്മാരിപ്പോ ജയിലില്ല. അവരൊക്കെ ഒന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവനെ പൊട്ടക്ക് എറിഞ്ഞിട്ട് വെട്ടിക്കൊല്ലായിരുന്നു. സാവകാശം കൊടുക്കുന്നത് ആപത്താ. ചിലപ്പോ അതിനു മുമ്പ് അവൻ വെട്ടിയിടുന്നത് നമ്മളെയായിരിക്കും, പ്രത്യേകിച്ച് നിന്നെ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോലും പലരും ജഗനെ ആരാധിക്കുന്നുണ്ട്. ഏറൊന്നും കൊണ്ടുമല്ല, ഒരു ഗുണ്ടയാണെങ്കിലും വളഞ്ഞ വഴിയിലൂടെ പോകുന്നവനല്ല അവൻ. അതുപോലെ തന്നെ സ്ത്രീകളോട് ഒരിക്കലും അപമര്യാദയായിട്ട് അവൻ പെരുമാറിയിട്ടില്ല. അതൊക്കെ അവന്റെ പോസിറ്റീവ് വശങ്ങളായിട്ടാ അവരൊക്കെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരു പോരായ്മ അവനുണ്ട്. അവൻ അധികം ആയുധം കയ്യിൽ കൊണ്ട് നടക്കാറില്ല. ചങ്കുറപ്പുള്ളതുകൊണ്ട് ഏത് അപകടം പിടിച്ച സാഹചര്യത്തിലും കടന്നു ചെല്ലുന്നവൻ കൂടിയവൻ. അതുകൊണ്ട് അവനെ സ്നേഹത്തോടെ മാടി വിളിച്ചിട്ട് അങ്ങ് തീർക്കുക വേണ്ടത്. എന്റെ മോന്റെ ക്ലിനിക്കിൽ ചികിത്സ തേടി ചെന്ന അവന്റെ അമ്മയ്ക്ക് വേണ്ടത്ര കെയർ കൊടുക്കാതിരുന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. അത് അമ്മയേക്കാൾ കൂടുതൽ വേദനിപ്പിച്ചത് ഇളയ മോളെയാ. അതിന്റെ ദേഷ്യമാണ് ജഗൻ ദിലീപിനെയും അവന്റെ ഭാര്യയെയും കണ്ടപ്പോ പ്രകടിപ്പിച്ചത്. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ അവന്റെ ക്ലിനിക്ക് തല്ലിപ്പൊളിക്കുമെന്ന് പോലും എനിക്കറിയില്ല. വക്കീൽ സാറിന്റെ മോളെ അതൊക്കെ ചെയ്യിക്കും. അവൾ അങ്ങനെ ഇരുന്നോ? ബുള്ളറ്റ് ജഗൻ മരിച്ച അവിടെ തീരും അവളുടെ അഹങ്കാരം. അതുകൊണ്ടാ അവനെ ടാർഗറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നേ. വക്കീൽ ബുദ്ധി ഒരുപാടാണല്ലോ. നല്ല നല്ല ഉപദേശങ്ങൾ താ വക്കീലെ. അതിനുള്ള അവസരം ഉണ്ടാക്കി താ. അങ്ങനെയാണെങ്കിൽ സമയം നോക്കില്ല ഞാൻ. അത് പരമാവധി ഞാൻ മുതലാക്കിക്കോളാം. വക്കീൽ സാറേ, ഇനി അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോ നമ്മൾ ആഗ്രഹിച്ചത് നടക്കണം. അല്ലെങ്കിൽ പിന്നെ തീരുന്നത് നമ്മളായിരിക്കും. കാർത്തിയെ കാണുമ്പോഴൊക്കെ പ്രേമേട്ടൻ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേട്ടനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. പിന്നെ 2 കല്യാണം ഒരുമിച്ച് നടത്തണമെന്ന് അമ്മ തറപ്പിച്ച് പറയാത്തെന്താ? ഞാൻ പറയാറുണ്ടല്ലോ. ആ, അപ്പോഴൊക്കെ ചേട്ടൻ ഉഴപ്പി മാറാനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജയ, നീ കല്യാണത്തിന്റെ കാര്യം ഹരിതയോട് സംസാരിച്ചായിരുന്നോ? ഞാൻ സംസാരിച്ചിരുന്നു. എടുപിടിയൊന്നും പറ്റില്ലെന്ന് ഹരിത പറയുന്നത്. ആ വീട്ടിൽ ഹരിത മാത്രമേ ഉള്ളൂ. ഹരിതയുടെ അമ്മയ്ക്ക് അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് വിളിച്ച് കുറച്ച് സമാധാനമായിട്ട് നടത്തണമെന്നാണ് ആഗ്രഹം. ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവളും അവളുടെ അമ്മയും മാത്രം വന്നാ മതി. താലികെട്ട് നടക്കും. നമ്മളും കുറച്ചുപേരെ വിളിച്ചിട്ടുള്ളൂ. കാർത്തിയുടെ വീട്ടിൽ നിന്ന് ഒരുപാട് പേര് വരും. അത് മതി ആൾക്കൂട്ടത്തിന്. എന്തായാലും നിശ്ചയിച്ചുറപ്പിച്ച ഡേറ്റും മാറാൻ പാടില്ല. എന്തിന്റെ പേരിലായാലും ശരി. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരുപാടായതുകൊണ്ട് എന്റെ ബിസിനസ് ഇപ്പൊ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതൊന്ന് ക്ലിയർ ചെയ്യാതെ ഇത്തരത്തിലുള്ള ടെൻഷനൊക്കെ പിടിച്ച് തലയിൽ വെക്കുന്നത് വലിയ പാടാ. കണ്ടോ കണ്ടോ, ഇപ്പോ ട്രാക്ക് മാറാനുള്ള പരിപാടിയാ. ട്രാക്ക് ഒന്നും മാറുന്നില്ല. ഹരിത അല്ലാതെ വേറൊരു പെൺകുട്ടിയെ ഇനി ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അവള് ബ്രില്യന്റ് ആണ്. ഞാൻ ഇല്ലെങ്കിൽ പോലും അവള് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തോളൂ. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാടാ ബിസിനസ് താഴോട്ട് പോരുന്നേ? എന്താ ഏട്ടനൊന്നും മിണ്ടാത്തെ? അവള് ബ്രില്യന്റ് ആണെന്നേ എനിക്കും അറിയാം. അതുകൊണ്ടാ അവളെ ഏട്ടൻ തന്നെ കെട്ടണമെന്ന് ഞാനും വാശി പിടിച്ചത്. എന്ന് മാത്രല്ല, എന്നെ പോലെ തന്നെ MBA കഴിഞ്ഞ് അവൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതാ. അങ്ങനെ ഒരുത്തി ഷോറൂമിലുള്ളപ്പോ ഏട്ടനെന്നല്ല ആർക്കും വലിയ പണിയൊന്നുമില്ല.
അവൾ അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാ. പക്ഷേ ഇപ്പൊ ഈ കല്യാണത്തിന് തിരക്ക് വരുമ്പോ അവൾക്ക് ഒന്ന് ഒരുങ്ങാൻ ഒരു മാസമെങ്കിലും വേണ്ടേ? അങ്ങനെ അവധി കൊടുക്കാൻ പറ്റിയ സമയം അല്ല ഇത്. നിന്നെ അല്ല അവള് കല്യാണം കഴിക്കുന്നെന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഒരു മാസം അവൾക്ക് അവധി കൊടുക്കുവോ? അങ്ങനെ കൊടുക്കാൻ അവളുടെ പ്രസവമൊന്നും അല്ലല്ലോ നടക്കുന്നേ. ജയ, വെറുതെ ഓരോ വില കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് കല്യാണം നീട്ടിക്കൊണ്ടു പോവാൻ നീ ശ്രമിക്കരുത്. അതിന് ഞാനിനി സമ്മതിക്കില്ല. ഇവളുടെ കെട്ട് നടക്കുമ്പോ നിന്റെ കെട്ട് നടന്നേ പറ്റൂ. കുറച്ച് ദിവസമായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാ. അത് അമ്മേ, നീ വേറൊന്നും അറിയണ്ട. കല്യാണത്തിന്റെ അന്ന് കല്യാണ ചെക്കനായി വന്നിരുന്നാ മതി. ബാക്കി നിന്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ മുറ പോലെ നടക്കട്ടെ. ഇന്നത്തെ കാലത്ത് കല്യാണം എന്നൊക്കെ പറയുന്നത് പഴയതുപോലെ അല്ല. മിക്ക ബന്ധങ്ങളും ശിഥിലായിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളപ്പോ കുറച്ചുകൂടെ അടുത്ത ശേഷം, അയാളെ അറിഞ്ഞ ശേഷം കല്യാണം നടത്തുന്നതായിരിക്കും നല്ലതമ്മേ. ചുരുക്കി പറഞ്ഞ ഈ കല്യാണത്തിന് ചേട്ടന് താല്പര്യമില്ലെന്നൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞോ? നിനക്കെന്താ മലയാളം മനസ്സിലാവില്ലേ? എല്ലാം ശരിയാ, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിന്നെ ഞങ്ങളെക്കാൾ മുന്നേ അറിയുന്നവനാണ് ആ കാർത്തി. അവനെ എന്റെ മരുമകനാവാൻ പോകുന്നവനാ. അവന്റെ അച്ഛന് എതിർപ്പുണ്ടായിട്ട് കൂടി അവൻ ഇവളെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. അങ്ങനെയുള്ള ഒരുത്തൻ നിന്റെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുമ്പോ അതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് ഞങ്ങൾ കരുതണം. അതുകൊണ്ട് ഇനിയിപ്പോ തർക്കിച്ച് സമയം കളയാനൊന്നുമില്ല. ഇവളുടെ കല്യാണം വിളിക്കൊപ്പം തന്നെ നിന്റെയും കല്യാണം വിളിക്കാൻ പോവാ. അങ്ങനെ കല്യാണം വിളിച്ചു കഴിഞ്ഞാ നീ ഒരു കാരണവശാലും പിന്നെ എതിർപ്പൊന്നും പറയരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.